ഹലോ, നമസ്കാരം. ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മരിച്ചുപോയവരുടെ ആത്മാവ് ശരീരത്തിൽ വന്ന് പല കാര്യങ്ങളും പറയുന്നതിൻ്റെ വീഡിയോകളും സംഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ഈ പാരനോർമൽ സ്റ്റഡീസ് നടത്തുന്നവരൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ അതുപോലൊരു വിഷയമാണ്. ഒരു കുഞ്ഞിൽ ആ കുഞ്ഞിൻ്റെ പൂർവികർ വന്ന് അരുളപ്പാടുകൾ അറിയിക്കുന്ന ഒരു അനുഭവമാണെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നു. അവരുടെ ഫ്ലാറ്റിലേക്ക് അവരുടെ വീട്ടുകാരും ആൾക്കാരും പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു കുഞ്ഞുമിടിക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. ഏറ്റവും പ്രഗത്ഭനായ സൈക്യാട്രിസ്റ്റ് ആ കുഞ്ഞിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കുഞ്ഞിനെ കാണാൻ പോകുന്നത്. ഈ കുഞ്ഞിനെ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഭയങ്കര കളിചിരി തമാശകളായിട്ടിരിക്കുന്ന ഒരു മിടുക്കിക്കുട്ടി ഞങ്ങളുടെ അടുത്ത് കുറേ കഥകളും കാര്യങ്ങളൊക്കെ വന്നു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലക്കാടൻ ജ്യോതിഷവും മറ്റു കാര്യങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു വീട്ടുകാർ. അവരുടെ പുതുതലമുറയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ആസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല. കാരണം ചൊവ്വാദോഷക്കാരിയെ കല്യാണം കഴിച്ചാൽ മരിച്ചു പോകുമെന്നുള്ള വിശ്വാസം അമ്പെ തെറ്റിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുടുംബം. കാരണം ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചത് ഒരു ചൊവ്വാദോഷക്കാരിയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കുഞ്ഞാണ് ഇപ്പോഴുള്ളത്. ആ കുഞ്ഞിൽ ഒരു പ്രശ്നം ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് ചില സമയങ്ങളിൽ അവരുടെ കാരണവന്മാരാരോ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയും അരുളപ്പാടുകൾ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ വീട്ടിൽ വരുന്നവരടുത്തൊക്കെ ഈ കൊച്ച് ഓരോ കാര്യങ്ങൾ പറയും. ഒരു 99% മേളിലും എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഈ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും ഈ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഒരു പേടിയായി തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇവർ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഇടയിൽ എൻ്റെ കൂടെ അന്നത്തെ ദിവസം ഈ സംഭവം അറിഞ്ഞ് എൻ്റെ കൂടെ വന്നൊരു കൂട്ടുകാരനാണ്. അവനും ഈ വിഷയം അറിഞ്ഞപ്പോൾ എനിക്കും എന്നെ കണ്ടാലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ കൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നു, ഈ കുഞ്ഞുമായിട്ട് കളിച്ച് ചിരിച്ചിരുന്നു. പെട്ടെന്ന് ഈ കൊച്ചു കളിയൊക്കെ നിർത്തി വെച്ചിട്ട് അവൻ്റെ കയ്യിൽ പോയി പിടിച്ചിട്ട് കുറേ നേരം നോക്കി നിന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ മോൾക്ക് ഈ അങ്കിളിനെ അറിയോ? അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, ഈ അങ്കിളിനെ എനിക്കറിയാം, ഈ അങ്കിളിൻ്റെ സ്പിരിറ്റ് കഴിഞ്ഞ ദിവസം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞാണ്, ഈ അങ്കിളിനൊരു കല്യാണം വരുന്നില്ലേ, അങ്കിളുടെ ഫ്രണ്ടിനല്ലേ അങ്കിൾ കല്യാണം കഴിക്കുന്നത്, ആ കല്യാണത്തിൻ്റെ ആ സമയമാകുമ്പോൾ അങ്കിൾ മരിച്ചു വെച്ചിട്ട് ആ സ്പിരിറ്റ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോയി. കാരണം കല്യാണം മാസങ്ങൾക്ക് ശേഷമാണ്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോഴും മരിക്കാണ്ടിരിക്കുന്ന ആളുടെ ആത്മാവ് ഇപ്പോഴും വന്നു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ ചിന്താഗതികളും ആ കുഞ്ഞ് ജീവിക്കുന്ന കാൽപ്പനിക ലോകമൊക്കെ ഞങ്ങളൊന്ന് കണ്ടു, മനസ്സിൽ ചിന്തിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ക്രിയേറ്റിവിറ്റിയാണല്ലോ ഈ കുഞ്ഞിനുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവൻ ആ കുഞ്ഞിനോട് എന്തൊക്കെയോ ചോദ്യം ചോദിച്ചു. പക്ഷേ ആ കുഞ്ഞ് കൂടുതലൊന്നും പറഞ്ഞില്ല. ആ കുഞ്ഞിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞ് എഴുന്നേറ്റ് അതിൻ്റെ റൂമിലേക്ക് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഇതാണ് ഈ കുഞ്ഞ് ചെയ്യുന്നത്. വരുന്നവരെടുത്ത് 1-2 അരുളപ്പാടുകൾ പറഞ്ഞിട്ട് പോയി മുറിക്കകത്ത് കിടക്കും. പിന്നെ ഇവരുടെ പാലക്കാട് ഇവരുടെ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ചും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞ് ഇവിടെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും നമുക്കിത് എന്തായാലും അന്വേഷിക്കാം, ഇതിന് സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര തമാശയായിട്ടാണ് ഇതിനെ കണ്ടത്. അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചോദിക്കാനുള്ളതായിരുന്നു, ഞങ്ങൾ ഹണിമൂണൊക്കെ എങ്ങനെയായിരിക്കും, എത്ര കുട്ടികളുണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സയൻസിലൊരു തിയറി ഉണ്ട്, ഒരു വ്യക്തി പ്രകാശവർഷം അകലെ ജനിച്ചാൽ ആ വ്യക്തി ഒരു 10 പ്രകാശവർഷം അകലെയാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തിയറി ഉണ്ട് എന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോന്നു. ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ചിന്തയിൽ നിന്ന് ഇതെല്ലാം മാഞ്ഞു. ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായി അതിൻ്റെ ഡോക്ടേഴ്സും അതിൻ്റെ അപ്ഡേഷനും കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ ഫുൾ ടൈം ആ കുഞ്ഞിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ്റെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. നല്ലൊരു ഗ്രാമപ്രദേശം, മനോഹരമായ ഗ്രാമപ്രദേശം. കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പെണ്ണ് വീട്ടുകാർ വന്നു പോയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞാണ് കല്യാണം. അപ്പോഴവർ വന്നു പോയതിൻ്റെ അന്ന് വൈകിട്ട് അവൻ്റെ ആൻറ്റിയെ ബസ് സ്റ്റോപ്പിലൊന്ന് കൊണ്ടുവിടണം. കാരണം അവർക്ക് അവിടെ നിന്നാണ് ബസ് കിട്ടുക. അപ്പോൾ അതിലേക്ക് പോകണം. രാവിലെ ആയപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വണ്ടി വന്ന് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. അത് എല്ലാവരും കൂടി തള്ളി സൈഡിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഈ ആൻറ്റിയെ കൊണ്ടുവിടാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാനായിട്ട് ഇവൻ ബൈക്കിലും ആൻറ്റിയുമായിട്ട് ഇറങ്ങി വന്നതാണ്.
എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്രതീക്ഷിതമായി കുന്ന് കയറി വന്ന ഒരു വണ്ടി, അത് എത്ര സ്പീഡിൽ വരുന്നത് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. ചെറുതായിട്ട് ഇവൻ്റെ ബൈക്കിൽ തട്ടുകയും ഹെൽമറ്റ് വെച്ച് പോയ വ്യക്തി, ചിൻ സ്ട്രാപ്പ് ഇട്ടില്ലെന്നേ ഉള്ളൂ, ഹെൽമറ്റ് തലയിൽ നിന്ന് തെറിച്ചു പോയി തല തറയിലടിച്ച് ആൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഇവൻ കാര്യം ചോദിച്ചപ്പം ആ കുഞ്ഞ് ഇവനോട് പറഞ്ഞിരുന്നു, അങ്കിള് മരിച്ചത് ഇങ്ങനെയാണ്, ഒരു വണ്ടി താഴ്ന്ന് കയറി വരുമ്പോൾ ആ വണ്ടി ഇടിച്ച് അങ്കിള് മരിക്കുന്നേ എന്ന് അങ്കിളുടെ ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ആ മരണത്തോടുകൂടി ഞങ്ങളെല്ലാവരും വളരെ ഷോക്കായി. കാരണം ഈ കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞിനോട് ഈ മരണം നടന്നതൊന്നും ഞങ്ങൾ അറിയിച്ചില്ല. മറ്റൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ പറഞ്ഞു, ആ അങ്കിൾമാരിന്ന് വരുന്നത് അങ്കിളിൻ്റെ ഫ്രണ്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഏത് ഫ്രണ്ട്? അപ്പോൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നപ്പോൾ പറഞ്ഞില്ലേ ആ കല്യാണത്തിൻ്റെ ആ മരിച്ചു പോകുന്ന അങ്കിൾ വന്നതേ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ടോട്ടലി സ്റ്റണ്ടായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഈ വ്യക്തി മരിച്ച വിവരം ഞങ്ങൾ ഇവരെ ആരെയും അറിയിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, ആ മരിച്ചവൻ്റെ ആത്മാവ് അവിടെ വന്നിരിപ്പുണ്ട്. ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ ഒരു കോമൺ സെൻസിന് ചിന്തിച്ചാൽ നമുക്ക് ഒരു തമാശയായിട്ടോ എങ്ങനെ വേണോ നമുക്ക് ചിന്തിക്കാം. മീൻസ് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇല്ല എന്നല്ല, നമുക്ക് മനസ്സിലായതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. പിന്നെ രണ്ടാമത് ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കുന്നവരും ഒത്തിരി ആൾക്കാർ സൊസൈറ്റിയിലുള്ളത് കാരണം നമ്മൾക്കിത് കേൾക്കുമ്പോഴെല്ലാം തമാശയായിട്ട് തോന്നും. ഈ കുഞ്ഞിനോട് ഈ കുഞ്ഞിൻ്റെ വീട്ടുകാരടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ കൊച്ച് ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ ഈ കൊച്ച് നോർമലാകും എന്ന് പറഞ്ഞിരുന്നു. അതിന് വേണ്ട കാര്യങ്ങളും അതിനുശേഷവും നിങ്ങൾ ഈ കുട്ടിയെ ദിവ്യത്വത്തിലോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇത്തരം സിദ്ധികളുണ്ടായിരുന്നു എന്നുള്ള കഥകൾ പറഞ്ഞ് ഈ കുഞ്ഞിനെ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് ഏജ് കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മാനസികമായി ഈ കഥകളും പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നാൽ ഈ കുഞ്ഞ് പിന്നെയും അതുപോലൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞ് ഇപ്പോഴും ഇവിടുന്ന് ഇവരെല്ലാം ട്രാൻസ്ഫറായി പോയെങ്കിലും ഇപ്പോഴത്തെ അറിവിൽ ആ കുഞ്ഞ് ഇപ്പം നോർമൽ കുട്ടികളെ പോലെ പെരുമാറുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് തോന്നിയേക്കാം സയൻസിൽ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. ഒരു കാര്യം പറയട്ടെ, എല്ലാത്തിനും ഉത്തരം നൽകാനായിട്ട് ആർക്കും കഴിയാറില്ല. കാരണം നമ്മളൊന്ന് കണ്ടുപിടിക്കുമ്പോഴും കണ്ടെത്താനായിട്ട് ഇനിയും ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റൊരു പാരാനോർമൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.